വികാരിയച്ച മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള സമയമോ സന്ദർഭമോ അല്ല എന്നെനിക്ക് പറയാം. ടോം പല വെട്ടത്ത് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭവനത്തെ അനുഗ്രഹപ്രദമായി സ്വന്തം ജീവിതത്തോട് ചേർത്ത് വച്ചിട്ടുള്ളത്. ഇതിലൊരിക്കൽ ആദിത്യപുരം റാന്നി അദ്ദേഹത്തിൻ്റെ പിതൃഭവനവുമാണ്. വെട്ടത്ത് ശ്രീ മാണി കെ വെട്ടം ഗുലാബിയുടെ പിതാവായിരുന്നു. വെട്ടം കുടുംബം കാലം സെൻറ്റ് ജോർജ് പുത്തൻപള്ളിയുടെ സ്ഥാപക കുടുംബങ്ങളായി പരിഗണിക്കപ്പെടുന്ന 5 കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. പിൽക്കാലത്ത് ശ്രീ മാണി കെ വെട്ടം സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പിതാവ് ആർ വി തോമസിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിരുന്നു. പ്രൊഫസർ കെ എം ചാണ്ടി, ശ്രീ പി ടി ചാക്കോ, ശ്രീ ചെറിയാൻ കാപ്പൻ തുടങ്ങിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പം പാലായി സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചിരുന്ന ആളായിരുന്നു. ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം കുഞ്ഞുമാണി ചേട്ടൻ എന്ന് വിളിച്ചിരുന്ന ശ്രീ മാണിക്ക് വെട്ടം. അദ്ദേഹം പാലാ നഗരസഭയുടെ ആദ്യത്തെ മുനിസിപ്പൽ കൗൺസിൽ എൻ്റെ പിതാവ് അതിൻ്റെ ചെയർമാനായും ശ്രീ അഡ്വക്കേറ്റ് കലിൽ ശങ്കരപ്പിള്ള വൈസ് ചെയർമാനായും ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി 2ാമത്തെ പ്രസിഡൻ്റായി ഇരിക്കുന്ന കാലം മുഴുവൻ കുഞ്ഞുമാണിച്ചേട്ടൻ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. മുൻ മന്ത്രി ടി എ തോമൻ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അന്ന് കൗൺസിൽ അംഗങ്ങളായിരുന്നു. കുഞ്ഞുമാണിച്ചേട്ടനും എൻ്റെ പിതാവും 1 വർഷത്തെ വ്യത്യാസത്തിലാണ് ലോകത്ത് നിന്ന് കടന്നുപോയത്. എൻ്റെ പിതാവ് 56ാമത്തെ വയസ്സിൽ, കുഞ്ഞുമാണിച്ചേട്ടൻ 3 വർഷത്തിൻ്റെ എളുപ്പത്തിലുമായിരുന്നു ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ സന്തോഷങ്ങളിലൊന്ന് കുഞ്ഞുമാണിച്ചേട്ടൻ്റെ എല്ലാ മക്കളുമായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഏറ്റവും ഗാഠമായ ബന്ധമാണ് ഉള്ളത്. ഗുലാബി എൻ്റെ ഇളയ സഹോദരിയുടെ സതീർത്ഥയായിരുന്നു. ഒന്നിച്ച് പഠിച്ചവരാണ് അവരുടെ സമയത്ത്. അവരുടെ മൂത്ത ഏലിയമ്മ എൻ്റെ തന്നെ ക്ലാസ്സിൽ ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നു. ശ്രീ കമ്മറ്റം, ജെയിംസ് അമ്മറ്റം, ജോസ് അമ്മറ്റം തുടങ്ങിയവരൊക്കെ എൻ്റെ സീനിയർ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നവരാണ്. കുര്യച്ചൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. പ്രകാശം മറ്റും ഇവർക്ക് എൻ്റെ ഇളയ സഹോദരന്മാരുടെയും സതീർത്ഥരായിരുന്നു. അങ്ങനെ ഗാഠമായ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് വെട്ടം കുടുംബവുമായിട്ടുള്ളത്. ഗുലാബിയെ 1ലേറെ തവണ റാന്നിയിൽ ഓരോ സന്ദർഭങ്ങളിൽ പോകുന്ന അവസരത്തിൽ കാണാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സന്തോഷം, അറക്കൽ പിതാവ് ആദ്യം കാഞ്ഞിരപ്പള്ളിയിൽ ബിഷപ്പായി വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പ് ഒരു അൽമായനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. ടോമിനെ ഞാൻ അക്കാലത്താണ് ആദ്യം കണ്ടുമുട്ടുന്നത്. എനിക്കപ്പോൾ ഗുലാബിയുടെ മകനാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് എന്നോട് ടോം പറഞ്ഞത് ഞാൻ ഗുലാബിയുടെ മകനാണ്. എനിക്കത് അത്ഭുതമായിരുന്നു. ഞാൻ പിതാവിനോടത് അന്ന് പറയുകയും ചെയ്തു. പിന്നീട് പിതാവ് ചേർത്ത് പിടിച്ച മറ്റൊരു അൽമായ നേതാവാണ് എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഷെവലിയർ വി സി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ഷെവലിയർ വി സി സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ പിന്നീട് പിതാവിൻ്റെ കാലത്ത് തന്നെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി. ടോം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ ബ്രിസ്റ്റലിൽ മേയറായപ്പോൾ സെബാസ്റ്റ്യൻ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ഉറച്ച
ഉറച്ചു നിന്ന് ഇവിടെ ഷെവിലിയറുമായി എന്നുള്ളതാണ്. രണ്ടുപേർക്കും മോശമൊന്നും വന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ മേയറുടെ മകൾ തന്നെയാണ് ബ്രിസ്റ്റലിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ച് അതേ കൗണ്ടിയുടെ വാർഡിൽ നിന്ന് കൗണ്ടി മെമ്പറായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ വാർഡാണ്. ഇപ്പോൾ 2 വാർഡിൽ ഇംഗ്ലണ്ടിൽ പോയി സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നിസ്സാരമായ ഒരു നേട്ടമല്ല. ഇവിടെ ഒരു വാർഡിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കൗൺസിലർമാർ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് 2 വാർഡിൽ അപ്പനും മകളും ആ വാർഡിൻ്റെ വിശ്വാസത്തെ നേടിയത് എന്നുള്ളത് നമുക്ക് സന്തോഷകരവും അഭിമാനകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. ശ്രീ ടോം എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹത്തെ പോലെ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ വളരെ ചുരുക്കവുമാണ്. UK-യിലായിരിക്കുമ്പോഴും അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇവിടുത്തെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിക്കുകയും സംസാരിക്കുകയും മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുവാണ്. ആ ബന്ധങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും സജീവമായ ഒരു സുഹൃത്ത് വലയം UK-യിൽ എന്നതുപോലെ ഇവിടെയും നിലനിർത്താൻ കഴിയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുലാബി വളരെ ശാന്തശീലയായ ഒരു നല്ല ഗൃഹസ്ഥയായിരുന്നു. പെട്ടത്തെ പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി മാതൃകാ കുടുംബിനിയായി ജീവിച്ച് പ്രായമെത്തും മുമ്പ് നമ്മെ കടന്നുപോയ ഒരു സഹോദരിയായിട്ടാണ് ഗുലാബിയെ ഞാൻ കാണുന്നത്. മരിക്കേണ്ട പ്രായമൊന്നും ആയിരുന്നില്ല. പക്ഷേ ആയുസിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു അവകാശവുമില്ലല്ലോ. അത് ദൈവത്തിന് മാത്രം സ്വന്തമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ട കാര്യവുമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഈ ലാലം പുത്തൻപള്ളിയിലെ വിശ്വാസി സമൂഹത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഗുലാബിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ആ കുടുംബം ഞങ്ങളുടെ ഈ ഇടവകയിൽ തന്നെ ഇങ്ങനെയൊരു കല്ലറ സ്വന്തമാക്കി നിലനിർത്തുന്നതിനുള്ള സന്തോഷത്തെ അറിയിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി ടോമിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു ശ്രീ തോമസ് സാറേ. ഇത്രയും പ്രതിസ്പർശമായിട്ട് ബാല്യകാലങ്ങളിലുള്ള അമ്മയുടെ ഓർമ്മകൾ പങ്കുവച്ചു. നമുക്ക് വേണ്ടി പ്രിയ സുഹൃത്ത് ഷെവലിയർ BC സെബാസ്റ്റ്യൻ എന്ന വാക്കുകൾ സംസാരിക്കും. അഭിമന്യ പിതാവേ, സ്നേഹമുള്ള വികാരിയച്ച, ശ്രീ തോമസ് സാറേ, ടോമച്ച, സോണിയച്ച, പ്രിയപ്പെട്ട ടോമി കല്ലാനി, പ്രിയമുള്ളവരെ, ഗുലാബി അമ്മച്ചിയുടെ ഭവനമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ ഞാൻ ശിരസ് നിർമ്മിക്കുകയാണ്. ഈ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പപ്പ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഫാസ്റ്റർ കൗൺസിൽ അംഗമായിരുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ടോമുമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധമാണ് ഈ അമ്മച്ചിയുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള അവസരം ആ ഭവനത്തിൽ ചെല്ലുകയും നല്ല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്ത നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ടോമിൻ്റെ ബ്രിസ്റ്റോളിലുള്ള വീട്ടിൽ അഭിമന്യ അറക്കൽ പിതാവിനോടൊപ്പം 2 തവണ പോകുവാനും താമസിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാനപൂർവമായ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടോം. ആ കുടുംബം ഒരു സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ദൈവത്തിൻ്റെ വലിയ അരൂപയിലും കൃപയിലും നിറഞ്ഞ് പ്രകാശിക്കുന്ന കുടുംബമായിട്ടാണ് എക്കാലവും എനിക്കും അനുഭവവേദ്യമായിട്ടുള്ളത്. പ്രിയപ്പെട്ട പപ്പയുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവുമൊക്കെ രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം ശക്തി പകർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി ഗുലാബി അമ്മച്ചിയുടെ ഓർമ്മകൾക്കുള്ളിൽ പ്രാർത്ഥനയോടെ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.